ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ദീപാനഗരം കൊണ്ട് നമുക്ക് നമ്മുടെ OnePlus 13 കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ 16 GB 512 GB ആണ് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത്. അത് മിഡ് നൈറ്റ് ഓഷ്യൻ എന്ന് പറഞ്ഞ കളറാണ്. ഓക്കെ, സോ നമ്മുടെ ഈക്വൽ ലെതർ ബാക്ക് ഒക്കെ വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വേരിയൻറ്റ്. ആൻഡ് വേഴ്സസ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്ന നമ്മുടെ iQOO 13 ആയിട്ട്. സോ അപ്രോക്സിമറ്റ്ലി നോർമൽ പ്രൈസിങ് വെച്ച് നോക്കുമ്പോൾ 15,000 രൂപ ഡിഫറൻസ് ഉണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ. സോ ഈ ഒരു പ്രൈസിങ് എക്സ്ട്രാ കൊടുത്തിട്ട് മേടിക്കാനുള്ളൊരു മുതലുണ്ടോ നമ്മൾ OnePlus 13, ഓർ യു കുഡ് ഡയറക്റ്റ്ലി പിക്ക് ദ iQOO 13 എന്നാണ് നമ്മൾ ഇന്ന് ക്വിക്കായിട്ട് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇത് തന്നെ നമുക്ക് ബിൽഡ് ആൻഡ് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്താലോ? നോ, അതൊക്കെ സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്പ്ലേസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. സോ ലുക്ക് അറ്റ് ദ ഡിസ്പ്ലേസ് ഓഫ് ബോത്ത് ഓഫ് ദം. സോ രണ്ട് പേരും ഡിഫറെൻറ്റ് രീതിയിലാണ്, ബിക്കോസ് ഇതൊരു ഫ്ലാറ്റ് ഡിസ്പ്ലേ. സോ ഒബ്വിയസ്ലി ഗെയിമിംഗ് ആയിരുന്ന ഫ്ലാറ്റ് ഡിസ്പ്ലേ ഒരു അഡ്വാൻറ്റേജ് വേറെ തന്നെ. ആൻഡ് വേഴ്സസ് ഇതൊരു ക്വാഡ് കർവ് ആയിട്ടില്ല. ഇപ്പോൾ ഒരു പുതിയ സ്റ്റാൻഡേർഡാണ് ക്വാഡ് കർവ് ഡിസ്പ്ലേ. സോ അതാണ് നമ്മുടെ ഈ OnePlus 13 വരുന്നത്. പിന്നെ നമ്മുടെ ക്വാഡ് കർവ് ഡിസ്പ്ലേ ഒന്ന് ക്ലോസപ്പ് കാണിച്ചു തരാം. ബിക്കോസ് ഇതിൻ്റെ ചിന്നുണ്ടല്ലോ, ആ ബ്ലാക്ക് ചിന്നാണ് നമുക്ക് ആ സൈഡിൽ വരുന്നത്. യു ക്യാൻ സി ഉണ്ടോ ആ എഡ്ജിൻ്റെ, അല്ല ഡിസ്പ്ലേയുടെ ഈ സാംസങ്ങിൻ്റെ ഒക്കെ എഡ്ജസ് കണ്ട പോലത്തെ രീതിയിലല്ല. ആക്ച്വലി ഇതിൻ്റെ ബ്ലാക്ക് ചിന്നാണ് കറക്റ്റ് ആ എഡ്ജിൽ 4 എഡ്ജിൽ വന്നിരിക്കണേ. യു ക്യാൻ സി. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഈവൻ ചിന്നാണ് കേട്ടോ എല്ലാ സൈഡിലും വന്നിരിക്കണേ. ബട്ട് ഓക്കെ, കൊള്ളാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്പ്ലേ സെറ്റിങ്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ സെറ്റിങ്സ്, ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്. ഇത് രണ്ടും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കാരണം രണ്ടും കട്ടയ്ക്കാണ്. സോ നമ്മുടെ നോർമൽ ഓട്ടോ ബ്രൈറ്റ്നസ് ഓപ്ഷൻസ്, ലൈറ്റ് മോഡ്, ഡാർക്ക് മോഡ്. സോ ഡാർക്ക് മോഡിനോട് കുറച്ച് കസ്റ്റമൈസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെറ്റ് മി ടേൺ ഓൺ ദ ഡാർക്ക് മോഡ് ആൻഡ് യു കൻ സി ഇവിടെ ഡാർക്ക് മോഡിൻ്റെ കുറച്ച് കസ്റ്റമൈസേഷൻസ്. അഡ്ജസ്റ്റ് കളേഴ്സ് ഡാർക്ക് മോഡ്, റെഡ്യൂസ് കോൺട്രാസ്റ്റ് ഇൻ ലോ ലൈറ്റ് കണ്ടീഷൻസ്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ്. പിന്നെ തേർഡ് പാർട്ടി ആപ്സിനുള്ള കുറച്ച് ഓപ്ഷൻസ്, പിന്നെ എൻഹാൻസ്ഡ് മീഡിയം ജെൻറ്റ്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് ഡാർക്ക് മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ ഓക്കെ, ഓട്ടോ ഓൺ ആൻഡ് ഓഫ്, അങ്ങനത്തെ ഇച്ചിരി കുറച്ച് അധികം സെറ്റിങ്സ് ഉണ്ട് നമുക്ക് ഇത് നമ്മുടെ ഓഡിയോ കോൾ OnePlus 13 വേഴ്സസ് ബാക്ക് ടു ലൈറ്റ് മോഡ്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഡാർക്ക് മോഡ് ടേൺ ഓഫ് ചെയ്യാം. ആൻഡ് ദെൻ നമുക്ക് നമ്മുടെ ഐ പ്രൊട്ടക്ഷൻ, ദാറ്റ് മീൻസ് ഐ കംഫർട്ട് മോഡാണ്. ഇവിടെ ഐ കംഫർട്ട് ആൻഡ് സ്ലീപ്പ് എന്ന് പറഞ്ഞ മോഡ്. ഇവിടെ നമുക്ക് ഇൻറ്റൻസിറ്റി കൂട്ടാൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് അത് ഇവിടെ ഉണ്ട് കേട്ടോ. ഐ കംഫർട്ട് ഓൺ ആക്കുക, കസ്റ്റം കൂട്ടുക, ഇടുക. ഇവിടെ ലോ ഹൈ ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് സ്മാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നമ്മുടെ ഡീഫോൾട്ട് കിടക്കാണ്, നമുക്ക് കൂട്ടുവാനോ കുറയ്ക്കാനോ പറ്റും. ആൻഡ് നെക്സ്റ്റ് അൾട്രാ ആൻറ്റി ഫ്ലിക്കർ എന്നൊരു ഓപ്ഷൻസ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡും ഉണ്ട്, അൾട്രാ ഉണ്ട്. സോ റെഡ്യൂസ് സ്ക്രീൻ ഫ്ലിക്കർ ടു റിലീവ് ഐ ഫെറ്റീഗ്, അതിൻ്റെ ഒരു ഓപ്ഷൻസ്. ആൻഡ് അതാണ് ആൻറ്റി ഫെറ്റീഗ് ബ്രൈറ്റ്നസ് ഓപ്ഷൻ. പിന്നെ നമുക്ക് ഫുൾ PWM ഡിമ്മിങ്, അതാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ആൻറ്റി ഫ്ലിക്കർ. സോ രണ്ടും ഓപ്ഷൻസ് രണ്ടുപേർക്കും സെയിം ടു സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ് മീ ടേൺ ഓഫ്. ഐ കംഫർട്ടും ജസ്റ്റ് ഓഫ് ആക്കിയേക്കാം. ആൻഡ് ലെറ്റ് മീ ഗോ ബാക്ക്. ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം, ദാറ്റ് മീൻസ് സ്ക്രീൻ കളർ മോഡ്. സ്റ്റാൻഡേർഡ് അതാണ് നമ്മുടെ നാച്ചുറൽ രണ്ടുപേർക്കുണ്ട്. പിന്നെ പ്രൊഫഷണൽ, ഇതിനകത്ത് പ്രോ എന്ന് പറഞ്ഞിട്ടൊരു മോഡാണ് കിടക്കുന്നത്. സോ പ്രൊഫഷണൽ. ഓക്കെ, ആൻഡ് ദേ വിവിഡാണ് രണ്ടിൻ്റെയും. സോ നമ്മൾ ഈ വിവിഡിൽ ഇട്ടിട്ടായിരിക്കും നമ്മൾ സ്ക്രീൻ കളേഴ്സ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഓൾറെഡി പറഞ്ഞ അഡാപ്റ്റീവ് കളർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ, വേറൊരു പേരിലാണ് അഡാപ്റ്റീവ് ടോൺ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. സോ ഞാനിപ്പോൾ മാക്സിമം മോഡിലായിട്ട് ഇട്ടേക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ സ്ക്രീൻ കളേഴ്സ് ഇവിടെ ബ്രൈറ്റിനകത്ത് അതാണ് ഏറ്റവും സാച്ചുറേറ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ സ്ക്രീൻ കളർ മോഡ് നമ്മുടെ വിവിഡിനകത്തും. സോ മാക്സിമം കളർ വൈബ്രൻസി. ആൻഡ് ലെറ്റ് മീ ഗോ ബാക്ക്. നെക്സ്റ്റ് നമ്മുടെ എൻഹാൻസ്ഡ് വിഷ്വൽ ഡിസ്പ്ലേ എഫക്ട്സ് ആണ്. സോ ആൻഡ് ഇവിടെ നമുക്ക് വീഡിയോ എൻഹാൻസ്മെൻറ്റ് എഞ്ചിൻ. ഫസ്റ്റത്തെ ഓപ്ഷൻ ഇമേജ് ഷാർപ്പണർ. ദാറ്റ് മീൻസ് ലോ ക്വാളിറ്റി ഇമേജസും വീഡിയോസും കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്ന ക്ലാരിറ്റി എൻഹാൻസ് ചെയ്യുന്ന ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇവിടെ ഒപ്റ്റിമൈസ് ദ കളർ ആൻഡ് കോൺട്രാസ്റ്റ് ഓഫ് സം പിക്ചേഴ്സ് ഫോർ എ വിവിഡ് ഡിസ്പ്ലേ എഫക്ട്. സോ അത് ഞാൻ രണ്ടും ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്. ലെറ്റ് മീ ഗോ ബാക്ക്. ആൻഡ് നമുക്ക് വീഡിയോ കളർ ബൂസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് SDR കണ്ടന്റിനെ HDR കണ്ടന്റ് ആക്കി, സ്റ്റാൻഡേർഡ് കണ്ടന്റിനെ ഹൈ ഡൈനാമിക് കണ്ടന്റ് ആക്കി മാറ്റാനുള്ള ഓപ്ഷൻ അതുകൂടെ ഓൺ ആണ്. ആൻഡ് ഇവിടെ നമുക്ക് MEMC ആൻഡ് സൂപ്പർ റെസൊല്യൂഷൻ. MEMC എസെൻഷ്യലി OnePlus 8 വന്ന ഐറ്റാണ്. സോ OnePlusലായിരുന്നു അത് വേണ്ടത്, പക്ഷേ ഇപ്പോൾ ഇതിനകത്താണ് iQനകത്തുള്ളത്. ദാറ്റ് മീൻസ് കുറച്ച് നോർമൽ ഒരു വീഡിയോ ആണെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഫ്രെയിംസ് ആഡ് ചെയ്തിട്ട് ആ വീഡിയോ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാൻ ട്രൈ ചെയ്യുന്ന സംഭവമാണ് ഈ MEMC. പിന്നെ സൂപ്പർ റെസൊല്യൂഷൻ, നോർമൽ വീഡിയോസിന് ഓൾമോസ്റ്റ് സെയിം തന്നെ, SDR to HDR ആ സംഭവം രണ്ടിലും ഉണ്ട് കേട്ടോ. ഓക്കെ, സോ എക്സ്ട്രാ ഒരു MEMCയുടെ അഡ്വാൻറ്റേജ് മാത്രമാണ് നമുക്കിത് ഇവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മുടെ സ്ക്രീൻ റെസൊല്യൂഷൻ. സോ ഇവിടെ നമുക്ക് ഹൈ, രണ്ടിൻ്റെയും ഹൈ എന്നിട്ട് നോക്കാം. ഹൈ എന്ന് പറയുമ്പോൾ ക്വാഡ് HD പ്ലസ്, ഇതിൻ്റെ റെസൊല്യൂഷൻ 3168x1440 ആണ് നമ്മുടെ OnePlus 13 റെസൊല്യൂഷൻ. ഇവിടെ 3168x1440, രണ്ടും എക്സാക്ട് സെയിം ടു സെയിം. പിന്നെ രണ്ടുപേർക്കും സ്റ്റാൻഡേർഡ് ഓപ്ഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് 2376x1080, ഇവിടെ 2376x1080. ഓക്കെ, ഡൺ, പെർഫെക്റ്റ്. പിന്നെ ഇവിടെ ഓട്ടോ സെലക്ഷൻ ഓപ്ഷൻ. ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക്കലി സ്റ്റാൻഡേർഡ് വേണോ ഹൈ വേണോ അതനുസരിച്ച് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് iQOO 13 മിസ്സിംഗ് ആണ് കേട്ടോ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സ്ക്രീൻ റീഫ്രഷ് റേറ്റ് പറഞ്ഞില്ല. സ്ക്രീൻ റീഫ്രഷ് റേറ്റ്
സോ ഓട്ടോ സെലക്ട് ഉണ്ട്, അതാണ് നമ്മുടെ സ്മാർട്ട് സ്വിച്ച് രണ്ട് കിടക്കണം. പിന്നെ സ്റ്റാൻഡേർഡ് 60 ഹെർട്സ് ഹൈ, ഞാൻ ഹൈയിൽ ഇടും കേട്ടോ, മാനുവലായിട്ട് ഫോഴ്സ്ഫുള്ളി വണ്ടിൻ്റെ LTPO മതി കേട്ടോ ഫോർ ഷുവർ, ബിക്കോസ് അടിപൊളി LTPO ഡിസ്പ്ലേസ് ആണ് രണ്ടിൻ്റെ. ഇനി ഞാൻ നമ്മുടെ ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫാക്കി മാക്സിമം ബ്രൈറ്റ്നസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫാക്കി മാക്സിമം. നൗ ഇറ്റ്സ് ടൈം ഫോർ ദ awaited ഡിസ്പ്ലേ കമ്പാരിസൺ. സോ ഗൈസ്, ഇതാണ് രണ്ടുപേരുടെയും ഡിസ്പ്ലേസ്. ഊഫ് മാൻ, എന്താ പറയുക, രണ്ടും കട്ടയ്ക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ഡിഫറൻസസ് ഊഫ് അങ്ങനെ നോക്കിയിട്ടൊന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള ഡിഫറൻസസ് ആണ്. കളേഴ്സൊക്കെ എക്സാക്ട്ലി ദ സെയിം. ആൻഡ് ഡീറ്റെയിൽ ഒബ്സർവ് ചെയ്താൽ കുറച്ചും കൂടി എനിക്ക് കളേഴ്സ് ഉണ്ടല്ലോ, ഇച്ചിരി സാച്ചുറേഷൻ ലൈറ്റായിട്ട് IQ13 ഇത്തിരി വളരെ ഇത്തിരി ബൂസ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലൈറ്റായിട്ട്, നോട്ട് മച്ച്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഇവിടെയൊക്കെ സെയിം ടു സെയിം ആണ് കേട്ടോ. യെസ്, ഇവിടെ എനിക്ക് ആ ഗ്രീൻ കളറിൽ ഭയങ്കര ലൈറ്റായിട്ട് IQ13 ഒരു മൈനർ അഡ്വാൻറ്റേജ് ഫീൽ ചെയ്യുന്നുണ്ട്, നോട്ട് മച്ച്. യെസ് ആ സാച്ചുറേഷൻ്റെ കാര്യത്തിൽ ലൈറ്റായിട്ടൊരു അഡ്വാൻറ്റേജ് IQ13 സ്റ്റിൽ മെയിൻറ്റെയിനിങ്. ഈവൻ നമ്മൾ മാക്സിമം സെറ്റിങ്സ് ഇട്ടിട്ടാണ് കേട്ടോ ഈ ഔട്ട് വരുന്നത്. ആൻഡ് വളരെ അപ്രോക്സിമറ്റ്ലി 2 to 3% ഈ ഒരു കളറിനെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും നോക്കാം. യു ക്യാൻ സി ഒബ്സർവ് ഇവിടെ ചെയ്തിരിക്കണം, ഇച്ചിരിയാണ് കത്തിയ റെഡ് അവിടെ നിൽക്കണേ. ആൻഡ് ഇവിടുത്തെ ആ ഗ്രീൻ നോക്കിയോ, കുറച്ചും കൂടെ ഷാർപ്പ് ഗ്രീനാണ് ഇവിടെ. അപ്പാർട്ട് ഫ്രം ദാറ്റ് വളരെ മൈനർ, ഒരു 2 to 3 പോലും ഇല്ല, അത്രയും നെക്കായിട്ടുള്ള ഒരു ഡിഫറൻസേ ഉള്ളൂ. പിന്നെ ഇനി പീക്ക് ബ്രൈറ്റ്നസ് രണ്ടുപേരും പീക്ക് 4500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്. പക്ഷേ അതൊന്നും നമുക്ക് മാറ്റർ അല്ല, നമുക്ക് HBM ആണ് നമുക്ക് മാറ്റർ. 1800 നിറ്റ്സ് ആണ് നമുക്ക് നമ്മുടെ IQ13 വന്നെങ്കിൽ, ഇവിടെ 1600 നിറ്റ്സ് ആണ് നമ്മുടെ OnePlus 13 തന്നെ. സോ രണ്ടുപേരും അത്യാവശ്യം ഡീസൻ്റ് ആണെന്ന് പറയും. ഒരു ലൈറ്റായിട്ടൊരു വിന്നറിനെ ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ IQ13 ചൂസ് ചെയ്യും. പക്ഷേ വേറൊരു കാര്യം, ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ക്വാഡ് കർവ് ഡിസ്പ്ലേയുടെ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് കണ്ടോ, ഒരു പ്രത്യേക ഒരു ടൈപ്പ് ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് വേഴ്സസ് ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ. സോ അത് അപ് ടു യു ആണ് കേട്ടോ, നിങ്ങൾക്ക് ഏതാണ് ആ ഒരു പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ചിരിക്കും. ഞാൻ ഒന്നുകൂടെ OnePlus 13, ഓക്കെ IQ13 അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് കേട്ടോ. ആ ഫ്ലാറ്റ് ഡിസ്പ്ലേ വേഴ്സസ് ചിലപ്പോൾ കൂടുതലും മീഡിയ കൺസെപ്ഷന് കുറച്ചിങ്ങനെ അടിപൊളിയായിട്ട്, ചിലർക്ക് ആ ഒരു കർവുള്ളത് കാരണം ലൈറ്റായിട്ട് ഇതിൻ്റെ ഒരു നൈസായിട്ടൊരു ലുക്ക് ആയിരിക്കും ഇഷ്ടപ്പെടും. ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, സോ രണ്ടും കൊള്ളാം, നെക്ക്. ഓക്കെ, ആ ഒരു വളരെ മൈനറായിട്ടൊരു അഡ്വാൻറ്റേജ് ആണ് IQ13 ഉള്ളത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബോത്ത് ആർ സ്റ്റണ്ണിങ്. ആൻഡ് വാല്യൂ ഫോർ മണി ആസ്പെക്ട് റേഷ്യോ നോക്കുവാണെങ്കിൽ IQ13 തന്നെയാണ് വിന്നർ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ സൗണ്ട് ക്വാളിറ്റി ആൻഡ് എഫക്ട്സ് നോക്കാം. സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ആൻഡ് യു ക്യാൻ സി ദ ബേസിക് സെറ്റിംഗ്സ്. ആൻഡ് ഹാപ്റ്റിക്സ് മോട്ടറാണ് ഇതിന് വരുന്നത്. യു ക്യാൻ സി അത് കിഡിലൻ ഹാപ്റ്റിക് മോട്ടറാണ്. യു ക്യാൻ സി കണ്ടോ, ഇതിന് ക്രിസ്പ് ജെൻറ്റിൽ നല്ല രീതിയിൽ ഹാപ്റ്റിക്സ്, രണ്ടിന് ഹാപ്റ്റിക്സ് കൊള്ളാം കേട്ടോ. ഓക്കെ, സോ ഹാപ്റ്റിക് മോട്ടോഴ്സ് ആൻഡ് സൗണ്ട് ക്വാളിറ്റി ആൻഡ് എഫക്ട്സിനകത്ത് കുറച്ചും കൂടെ ഓപ്ഷൻസ് എനിക്ക് തോന്നുന്നു IQ13 തോന്നുന്നു. ഇതിനകത്ത് ജസ്റ്റ് ഈ സൗണ്ട് എഫക്ട് സെറ്റിങ്സിൻ്റെ ഒരൊറ്റ ഓപ്ഷൻസേ ഉള്ളൂ. ഉണ്ടോ, അതിനകത്ത് സ്മാർട്ട് ആയിരിക്കും ബൈ ഡീഫോൾട്ട് ആണ്. ഞാൻ മ്യൂസിക്കിട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ഹോളോ ഓഡിയോ ഒക്കെ ഇതിൻ്റെ അല്ല. പിന്നെ നമ്മുടെ മോറിനകത്തും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ക്ലിയർ വോയിസ് ഒക്കെ നമ്മുടെ സൗണ്ട് ഐസൊലേഷന് വേണ്ടിയാണ് ENC വരുന്നത്. ആൻഡ് ഇതിനകത്ത് ഓഡിയോ സൂപ്പർ റെസൊല്യൂഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് സൂപ്പർ ഓഡിയോ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ മ്യൂസിക് ആക്കും. സോ ഓഡിയോയുടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര കുറേ കാര്യങ്ങളുണ്ട്. ദറ്റ് മീൻസ് ബേസ് ടോൺസ്, ലൗഡ്നെസ്, ക്വാളിറ്റി, ഓരോ ഇൻസ്ട്രുമെൻ്റൽ ടോൺസിൻ്റെ സൗണ്ട്. സോ ഇച്ചിരി ഇറ്റ്സ് എ മെസ്ഡപ്പ് ഐറ്റമാണ്. സോ അത് ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ചായിരിക്കാം അവർക്ക് ഇഷ്ടപ്പെടുക. സോ ഞാൻ ജസ്റ്റ് എന്തായാലും മാക്സിമം ക്ലോസപ്പ് ചെയ്ത് ഞാൻ ഇതിൻ്റെ വോയിസസ് ഒന്ന് കേൾപ്പിച്ചു തരാം. പിന്നെ വോളിയം ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ മീറ്ററുകളുടെ ഉണ്ട് കേട്ടോ. സോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ IQ13 109 വന്നിട്ടുണ്ട് നമ്മുടെ IQ13. ആൻഡ് നൗ നമ്മുടെ OnePlus 13 നോക്കാം. ഇത് ജസ്റ്റ് ലൗഡ്നെസ് മാത്രമായിട്ട്, ബാക്കി ഞങ്ങൾ പറയാം.
രണ്ട് ഓൾമോസ്റ്റ് സെയിം തന്നെ. ലൗഡ്നെസ്സിൻ്റെ ഇതിൽ ഓൾമോസ്റ്റ് മീറ്ററിൽ 108 ടച്ച് ചെയ്തു, ആൻഡ് ഇത് ക്ലോസ് ടു 109 ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് വലിയൊരു ഡിഫറൻസ് അല്ല, നെഗ്ലിജിബിൾ. ആൻഡ് നൗ നമ്മുടെ ഓഡിയോയുടെ എഫക്ട്സും കാര്യങ്ങളൊക്കെ നോക്കാം. ജസ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഓഫ് നമ്മുടെ IQ13. ഓക്കെ, ഇനി നമ്മുടെ OnePlus 13. കുറച്ചുകൂടെ ക്വാളിറ്റി ഓഡിയോ വൈസ് എനിക്ക് ഒരു OnePlus 13 ഒരു ലൈറ്റർ അഡ്വാൻറ്റേജ് ഫീൽ ചെയ്യുന്നുണ്ട്. അഗെയിൻ ഐ എം ജസ്റ്റ്, യു ഗൈസ് ആർ ദ ജഡ്ജസ് ഓൺ IQ13. Okay, again OnePlus 13. IQ13 once again. ഓക്കെ, സോ തിങ് ഈസ് രണ്ടും വോളിയം വൈസ് നൈസായിരുന്നു. പക്ഷേ ഈ ബേസ് ടോൺസ് കുറച്ചുകൂടെ എടുത്തുകൊണ്ട് വരുന്നത് IQ13 ആണ്. പക്ഷേ ഒരു ഇൻസ്ട്രുമെൻ്റൽ ക്വാളിറ്റി ടോൺസ്, അതിൻ്റെ ഒരു പെർഫെക്ഷനോടെ എല്ലാ ഒരു ടോൺസിൻ്റെ ആ ഒരു ലെവലൊക്കെ മെയിൻ ചെയ്ത് കുറച്ചും കൂടെ ക്രിസ്പ് ഔട്ട് നമുക്ക് കിട്ടുമെന്ന് പറയില്ലേ. ക്രിസ്പ് ഔട്ട് ഒബ്വിയസ്ലി കിട്ടുന്നത് നമ്മുടെ OnePlus 13 ആണ്. ആൻഡ് ഇഫ് യു ആസ്ക് മീ അബൌട്ട് ദ ഡിഫറൻസ് അബൌട്ട് അറൗണ്ട് ഒരു 5%. ആൻഡ് ഇവിടെ നമുക്ക് ആ ഈ ഇൻസ്ട്രുമെൻ്റൽ ടോൺസ് ഒന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് അത്ര എനിക്ക് പേഴ്സണലി അത്ര തോന്നിയില്ല. ഇൻസ്ട്രുമെൻ്റൽ ടോൺസ് ഒന്ന് കുറച്ചൊരു ഇതുപോലെ ഫീൽ ചെയ്തു. പക്ഷേ ഇത് അത്യാവശ്യം ഇൻസ്ട്രുമെൻ്റൽ ടോൺസും, പക്ഷേ ബേസ് ടോൺസ് അഗെയിൻ അഡ്വാൻറ്റേജ് IQ13 ബേസ് ടോൺസ് ഇവിടെ അത്ര പോരായിരുന്നു. പക്ഷേ ഇൻസ്ട്രുമെൻ്റൽ ടോൺസ് ഇവിടെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. വേഴ്സസ് ഇവിടെ അത്ര അടിപൊളിയായിട്ടില്ല. സോ ഇൻ ആൻഡ് ഔട്ട് ഒരു 5% ഡിഫറൻസ് തോന്നി രണ്ടുപേർക്കും. രണ്ടുപേരും വോളിയത്തിൻ്റെ കാര്യമൊക്കെ കട്ടയ്ക്കാട്ടോ. ബാക്കി ഇറ്റ്സ് അപ് ടു യു. കാരണം നിങ്ങൾക്ക് ആ മ്യൂസിക്കിൻ്റെ അകത്ത് എന്താണ് ഇഷ്ടപ്പെട്ടത് അതൊക്കെ ബാക്കി അപ് ടു യു. സോ യു ഗൈസ് ആർ ജഡ്ജസ്. സോ ഇതാണ് എനിക്ക് തോന്നിയ കാര്യം. പെർഫോമൻസ് ഏരിയ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും സ്നാപ്ഡ്രാഗൺ 8 അതിൻ്റെയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കമ്പയർ ചെയ്യാം. സോ ജസ്റ്റ് ഇനി ക്യാമറ UI ഒന്ന് ജസ്റ്റ് ക്വിക്കായിട്ട് നോക്കാം. സ്റ്റാർട്ടിങ് ഓഫ് ഓക്കെ, സോ ഇതിനകത്ത് ഞാൻ OnePlus 13 ഒന്ന് പ്രയോറിറ്റി കൊടുക്കാം. സോ നോർമൽ ഫോട്ടോ മോഡ്. സോ ഇത് മാക്രോ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് 0.6x മുതൽ 1x 2x 3x 6x ആൻഡ് ഓൾ ദ ടു 120x. വാവ്, കൂൾ. 120xൻ്റെ സൂമിംഗ് കൊണ്ട് പോർട്രേറ്റ് ഓക്കെ കൊള്ളാട്ടോ. 1x 2x 3x എടുക്കാൻ പറ്റും. 1x 2x 3x എടുക്കാൻ പറ്റും. ആൻഡ് ഇവിടെ കുറച്ച് എഫക്ട്സ്. ഓക്കെ, സോഫ്റ്റ് ലൈറ്റ്, മിസ്റ്റി, ഗ്ലോയിങ്, ഡ്രീമി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് കുറച്ച് ഫിൽറ്റേഴ്സ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ആൻഡ് ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ആൻഡ് ദെൻ മോറിനകത്ത് നമുക്ക് നൈറ്റ് മോഡ്, ഹൈ റെസൊല്യൂഷൻ മോഡ്, പാനോരമിക്, ഫിലിം മോഡ്. ഓക്കെ, ഫിലിം വെച്ചാൽ പ്രോ വീഡിയോ മോഡാട്ടോ ആക്ച്വലി. ഓക്കെ, സോ ഉണ്ട് ISO വൈറ്റ് ബാലൻസ് ഒക്കെ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ മോഡ്. 0.6x 1x 3x ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓൺ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻസ്. ആൻഡ് ദെൻ നമുക്ക് നമ്മുടെ സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ലോങ് എക്സ്പോഷർ മോഡ്, ഡുവൽ വീഡിയോ. ഭാഗ്യം, അത് യൂഷ്വലി ഇതിന് പോലും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ലെറ്റ് മീ സീ, ഡുവൽ ഉണ്ടോ? IQ13 ഇല്ല ഡുവൽ വ്യൂ മോഡ്. ആൻഡ് അതിലുണ്ട് ഡോപ്പിന് ഡോക്ക് സ്കാനർ, ടിൽ ഷിഫ്റ്റ്, എക്സ്പാൻ. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് ഒരു മാസ്റ്റർ മോഡ് എന്ന് വെച്ചാൽ എസെൻഷ്യലി പ്രോ ഫോട്ടോ മോഡാണ് കേട്ടോ. ആൻഡ് വീഡിയോയ്ക്കകത്ത് നമുക്ക് 0.6x 1x 2x 3x 6x ആ സ്വിച്ചിങ് ഒക്കെ കൊള്ളാണ്ടത്. ഓക്കെ ഓക്കെ കൂൾ. ഓക്കെ, 6x ആൻഡ് മാക്സിമം അപ് ടു 18x വരെ വീഡിയോയ്ക്ക് പോകാം. ആൻഡ് ദെൻ 8K അറ്റ് 30 FPS വരെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. And let's see 4K to 60 FPS stabilization. Okay, 4K to 60 FPS stabilization ഉണ്ട്. ഇനി HDR വീഡിയോ ഓണാക്കി നോക്കാം. HDR വീഡിയോ. ഓക്കെ, HDR വീഡിയോ വിത്ത് ഡോൾബി വിഷൻ അതും നമുക്ക് 4K to 60 FPS ഉണ്ട്, വിച്ച് ഈസ് എ റിയലി നൈസ് തിങ്. ആൻഡ് ദെൻ നമ്മുടെ സൗണ്ട് ഫോക്കസിൻ്റെ ഓപ്ഷൻ. ആൻഡ് ദെൻ ഇവിടെ നമുക്ക് നമ്മുടെ പോർട്രേറ്റ് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ. പോർട്രേറ്റ് വീഡിയോ ഓണാക്കുമ്പോൾ തന്നെ 1080p at 30 FPS ഇട്ട് പോകും കേട്ടോ. ലെറ്റ് മീ സി 4K at 30 ആക്കിയിട്ടൊന്ന്
പോർട്രേറ്റ് വീഡിയോ ഓക്കെ ആണോ 100p 30fps പോകുന്നുണ്ട് പോർട്രേറ്റ് വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യാനനുസരിച്ച് ഓക്കെ ദാറ്റ്സ് ഓക്കെ ആൻഡ് ദെൻ നമുക്ക് കുറച്ച് ഫിൽറ്റേഴ്സ് ഓപ്ഷൻസ് ആൻഡ് ദെൻ ഇവിടെ കുറച്ച് ഫേസിൻ്റെ റീടച്ചിങ്ങിൻ്റെ ഓപ്ഷൻസ് സോ ദാറ്റ്സ് ഇറ്റ് നമ്മുടെ IQ13 ആണെങ്കിൽ ഹൈ റെസൊല്യൂഷൻ പനോരമിക് അൾട്രാ ഡോക്യുമെൻറ്റ് സ്ലോ മോഷൻ ടൈം ലാംപ് ലോങ് എക്സ്പോഷർ സൂപ്പർ മൂൺ മോഡ് ആസ്ട്രോ ഫോട്ടോഗ്രാഫി ടിൽ ഷിഫ്റ്റ് പ്രോ മോഡ് ഫിഷ് ഐ ലൈവ് ഫോട്ടോ ആൻഡ് വീഡിയോ ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ ഉണ്ട് എനിക്ക് കാരണം രണ്ടുപേർക്കും 8K/30 ലെറ്റ് മീ സി 8K/30 രണ്ടുപേർക്കും ഉണ്ട് പിന്നെ അഡ്വാൻറ്റേജ് വരുന്നത് സ്റ്റെബിലൈസേഷൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് വരുന്നുണ്ട് കാരണം 1080p at 60fps ഇട്ട് നമ്മുടെ IQ13 പോവും സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ വേഴ്സസ് ഇത് നമുക്ക് സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കി കഴിഞ്ഞാലും 4K at 60fps കണ്ടോ അൾട്രാ സ്റ്റഡി മോഡ് 4K at 60fps കിട്ടും അതുപോലെ തന്നെ ഡോൾബി വിഷൻ ഇട്ടാലും 4K at 60fps കിട്ടും സോ അതൊരു നൈസ് കാര്യമായിട്ട് തോന്നി ആൻഡ് ദെൻ വീഡിയോയ്ക്കകത്തും മാക്സിമം നമുക്ക് 10x വരെ ഇവിടെ നമുക്ക് വീഡിയോയ്ക്കകത്ത് ഐ തിങ്ക് 18x വരെ 18x വരെ ഫോട്ടോയ്ക്കകത്ത് നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്നത് 30 പോകാൻ പറ്റുന്നുള്ളൂ വേഴ്സസ് 120 പോകാൻ പറ്റും കേട്ടോ വിച്ച് ഈസ് ഓൾസോ റിയലി നൈസ് യു ക്യാൻ സീ കണ്ടോ 30 വേഴ്സസ് 120 ആൻഡ് പോർട്രേറ്റ് അത് ഓൾമോസ്റ്റ് സെയിം എഫക്ട്സ് ആണ് കേട്ടോ ആൻഡ് ദാറ്റ്സ് ഇറ്റ് പിന്നെ നൈറ്റ് മോഡ് സ്നാപ്ഷോട്ട് ഓക്കെ സോ അത്രയാണ് ഉള്ളത് പിന്നെ ഫ്രണ്ട് ക്യാമറയിലുണ്ടല്ലോ നമുക്ക് രണ്ടുപേർക്കും 4K at 60fps റെക്കോർഡിംഗ് ഉണ്ട് ആൻഡ് യു ക്യാൻ സീ ഉണ്ട് രണ്ടുപേരും 4K at 60fps റെക്കോർഡിംഗ് ഉണ്ട് ആൻഡ് ഇതിനകത്ത് സ്റ്റെബിലൈസേഷനേ ഇല്ല കേട്ടോ നമ്മുടെ IQ13 ഫ്രണ്ട് ക്യാമറയ്ക്ക് സ്റ്റെബിലൈസേഷനേ ഇല്ല വേഴ്സസ് നമ്മുടെ ഇതിന് സ്റ്റെബിലൈസേഷൻ ഉണ്ട് OnePlus 13 പക്ഷേ സ്റ്റെബിലൈസേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ 1080p at 30fps ഇട്ട് പോകും ആൻഡ് ലെറ്റ് മീ ടേൺ ഓഫ് ആൻഡ് 4K at 60fps HDR വീഡിയോ ഡോൾബി വിഷൻ്റെ ഓപ്ഷൻ ഉണ്ട് സോ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് നമ്മുടെ OnePlus 13 ആൻഡ് ലെറ്റ് സി നമ്മുടെ ആ ഫേസ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത വീഡിയോ 1080p at 30fps ഇട്ട് പോകും ഇവിടെ നമുക്ക് നോക്കാം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുമ്പോൾ ഓക്കെ രണ്ടുപേരും ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് മീൻസ് പോർട്രേറ്റ് ഫ്രണ്ട് ക്യാമറ വീഡിയോ ആണെങ്കിൽ 1080p at 30fps ഇട്ട് പോകും സോ ദാറ്റ്സ് ഇറ്റ്സ് ആൻഡ് രണ്ടുപേർക്കും അൾട്രാസോണിക് ഉണ്ട് രണ്ടുപേരും ചുമ്മാ ആയിട്ടാണ് ലോക്ക് 3 2 1 go you can see once again locked 3 2 1 go no locked once again 3 2 1 go okay ഇനി നമ്മുടെ ഫേസ് അൺലോക്ക് ആണ് കേട്ടോ 3 2 1 go ഓക്കെ രണ്ടുപേരും ഫാസ്റ്റ് ആനിമേഷൻസ് കുറച്ച് ഡിഫറൻസ് ആണ് നമ്മുടെ OnePlus 13 അതാണ് ഒരു ഡിഫറൻസ് വരുന്നത് once again ഓക്കെ കണ്ടോ രണ്ടുപേരും കട്ടക്കാണ് ആനിമേഷൻസ് കുറച്ചും കൂടെ ട്രാൻസിഷൻ സ്കെയിൽസ് ഒക്കെ കൂട്ടിയിട്ടേക്കാണ് OnePlus 13 സോ ദാറ്റ്സ് വൈ ആ ഒരു സ്മൂത്ത്നെസ് കാരണമാണ് ആ ഒരു ഡിലേ രണ്ടുപേരും കട്ടക്കാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആൻഡ് ഫേസ് ഡിറ്റക്ഷൻ നെക്സ്റ്റ് OnePlus 13 വരുന്നത് നമ്മുടെ Oxygen OS 15 ആണ് സോ നമുക്ക് ജസ്റ്റ് OnePlus 13 ജസ്റ്റ് ഒന്ന് UI ഒന്ന് ക്വിക്കായിട്ട് നോക്കാം സോ ജസ്റ്റ് ഗോണ ബി ഇൻ സെറ്റിംഗ്സ് ആൻഡ് ഓക്കെ ആൻഡ് സ്റ്റാർട്ടിങ് ഓഫ് നമ്മുടെ വാൾപേപ്പേഴ്സ് ആൻഡ് സ്റ്റൈല് എൻ്റെ മോനെ ആ ആനിമേഷൻസ് കൊള്ളാം തീ ടൈപ്പ് സാധനങ്ങൾ ഓക്കെ ആൻഡ് വാൾപേപ്പേഴ്സ് ഓക്കെ കുറേ ഉണ്ട് നൈസ് ലുക്കിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കുറച്ചുണ്ട് ആൻഡ് ദെൻ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സോ ലെറ്റ് മീ ടേൺ ഓൺ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ കുറച്ചും കൂടെ സ്റ്റൈൽസ് ഒക്കെ വേണ്ടായിരുന്നു സോ ഇവിടെയൊക്കെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 213 ജസ്റ്റ് സൈഡ് ബൈ സൈഡ് കാണിച്ച സെറ്റിങ്സ് നമ്മുടെ ഹോം സ്ക്രീൻ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആണോ എന്തോ ഒരു ഐറ്റംസ് അതും എല്ലാം നല്ല കിഡിലൻ ലുക്കിംഗ് സാധനങ്ങളൊക്കെ മീൻസ് വിത്ത് ആ ആനിമേഷൻ സ്കിൽസ് ഒക്കെ ഉള്ള സാധനങ്ങൾ മീൻസ് ആ ഒരു ഉണ്ടോ റൗണ്ടിൻ്റെ ആനിമേഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് നൈസായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ആൻഡ് വേഴ്സസ് ഇത് കുറച്ച് ലിമിറ്റഡ് ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് കേട്ടോ ഇറ്റ്സ് അപ് ടു യു സ്റ്റിൽ കൊള്ളാം ഓക്കെ സോ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആൻഡ് ദെൻ നമ്മുടെ നോർമലായിട്ടുള്ള ഫോണിൻ്റെ സൈസ് അതിൻ്റെ സ്റ്റൈൽസ് മാറ്റാനുള്ള ഓപ്ഷൻസ് യു കൻ സി ആൻഡ് ദെൻ നമ്മുടെ ഐക്കൺസ് അതിൻ്റെ സ്റ്റൈൽസ് മാറ്റാനുള്ള ഓപ്ഷൻസ് സൈസ് കൂട്ടാൻ കുറയ്ക്കാൻ ആപ്പ് നെയിം വേണോ വേണ്ടയോ ഉണ്ടോ അതെ ആപ്പ് നെയിം ഇല്ലാത്ത രീതിയിൽ അങ്ങനെ പിന്നെ അതിൻ്റെ പല ടൈപ്പ് രീതിയിൽ കൊണ്ടുവരാനുള്ളത് ഓക്കെ ഇത് തന്നെയാണ് നല്ലത് ഓക്കെ സോ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ ആൻഡ് ദെൻ കളറ് ഇപ്പോൾ നമുക്കറിയാം ഒരു ബ്ലൂ കളറാണ് അത് മാറ്റിയിട്ട് ഇപ്പോൾ വേറെ കളർ ഇടണമെങ്കിൽ ഇത് കസ്റ്റം കൊടുക്കുക ഏതിപ്പോൾ ഗ്രീൻ ആക്കാം ഗ്രീൻ ഓക്കെ കൊടുത്തു ആൻഡ് നൗ ഉണ്ടോ ഗ്രീൻ കളറ് സോ ആ രീതിയിലുള്ള ബേസിക് കസ്റ്റമൈസേഷൻസ് ആൻഡ് ദെൻ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ആനിമേഷൻസ് ഓക്കെ അത് കുറച്ചുണ്ട് കേട്ടോ ഓക്കെ ലെറ്റ് സി കണ്ടോ ഞാൻ റെക്കഗ്നൈസ് ചെയ്യാത്ത ഫിംഗർ വയ്ക്കാം ഉണ്ടോ ഓക്കെ ഈ ടൈപ്പ് ആനിമേഷൻസ് ഓക്കെ ആൻഡ് ദെൻ നമ്മുടെ എഡ്ജ് ലൈറ്റിങ് അവിടെ ലിമിറ്റഡ് ആണ് കേട്ടോ എഡ്ജ് ലൈറ്റിംഗ് ഒക്കെ വളരെ 3 ഓപ്ഷൻസ് ഒക്കെ ഉള്ളൂ ലിമിറ്റഡ് ഓക്കെ സോ അതാണ് വാൾപേപ്പേഴ്സ് ആൻഡ് സ്റ്റൈല് ദെൻ നമ്മുടെ ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ അവിടെ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് സാധനം തരും മീൻസ് ആപ്പ് ലോഞ്ചർ ഒന്നും ഇല്ലാത്ത ഒറ്റ ക്ലാസിക് ആയിട്ട് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡ് ഇടാം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രോയർ മോഡ് വിത്ത് ആപ്പ് ലോഞ്ചർ
പിന്നെ ഐക്കോൺ പുൾ ഡൗൺ ജസ്റ്റർ എന്ന സാധനം ഉണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ ദാറ്റ് മീൻസ് ആണ് ഇപ്പോൾ ഏറ്റവും ടോപ്പിലാണല്ലോ ഈ ഫോട്ടോസ്. അപ്പോൾ 100 ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതേ കൈ അഡ്ജസ്റ്റ് ചെയ്ത് പിൻ പിടിച്ച് വേണം. പക്ഷേ അതൊന്നും വേണ്ട. ജസ്റ്റ് ഈ ഐക്കണിൽ നിന്ന് ദാറ്റ് മീൻസ് ഈ സെൻറ്റർ കോർണറിൽ നിന്നൊരു ഡ്രാഗ് ചെയ്യുക. ഏത് ഐക്കണാണ് വേണ്ടത്, ഇപ്പോൾ ഗാലറിയാണ് വേണ്ടത്, ഫോട്ടോസ് നമുക്ക് കൈവിടുക, അപ്പോൾ തന്നെ സാധനങ്ങൾ വരും. ഓക്കെ, സോ അതാണ് നമ്മുടെ ഐക്കൺ പുൾ ഡൗൺ ജസ്റ്റർ. പണ്ട് പോലുള്ള സാധനങ്ങളാട്ടെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ, സ്ലോ ലെറ്റ് മീ ഗോ ബാക്ക് സെറ്റിങ്സ്. ഓക്കെ, ഐക്കൺ പുൾ ഡൗൺ ജസ്റ്റർ. പിന്നെ ഗ്ലോബൽ സെർച്ച് ഇൻ ആപ്പ് ഡ്രോയർ, അത് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം കേട്ടോ, വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. സോ ഉണ്ടോ ആപ്പ് ഡ്രോയറിനകത്ത് കണ്ടോ ഇതാണ് ഗ്ലോബൽ സെർച്ച്, അത് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. പിന്നെ ഡബിൾ ടാപ്പ് ടു ലോക്ക്, പിന്നെ സ്വൈപ്പ് ഡൗൺ ഓൺ ഹോം സ്ക്രീൻ, അത് ഇപ്പോൾ കിടക്കുന്ന ഷെൽഫാട്ടോ. കണ്ടോ ഒരു അനോയിങ് സാധനമാണ്, ആവശ്യമില്ല. ചിലർക്ക് യൂസ്ഫുൾ ആയിരിക്കും, പക്ഷേ ചിലർക്ക് അനോയിങ് ആണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, നമ്മുടെ ഹോം സ്ക്രീൻ സെറ്റിങ്സിൽ തന്നെ പോവുക. അവിടെ നമുക്ക് പ്രസ് ഡൗൺ ഓൺ ഹോം സ്ക്രീൻ മാറ്റിയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ക്വിക്ക് സെറ്റിങ്സ് കൊടുക്കുക. അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ഈ സ്വൈപ്പ് ഡൗൺ ചെയ്താൽ അപ്പോഴൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് അറിയാൻ പറ്റും. കണ്ടോ, സോ ലെഫ്റ്റ് നോട്ടിഫിക്കേഷൻസ് ലെഫ്റ്റും റൈറ്റും ഏത് രീതിയിൽ നിങ്ങൾക്കത് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ അതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ച് ആനിമേഷൻസ് എഫക്റ്റ് കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് വേണോ, അത് എൻഹാൻസ്ഡ് വേണോ, കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ളെങ്കിൽ, കുറച്ചുകൂടെ നൈസായിട്ട് ആനിമേഷൻസും ട്രാൻസിഷൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആരാണെങ്കിൽ എൻഹാൻസ് തന്നെ ഇടുക, അല്ലെങ്കിൽ ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇടുക. അത് ഇറ്റ്സ് അപ് ടു യു. ആൻഡ് ഇത് ബേസിക് ആയിട്ടുള്ള റേസ് ടു വേക്ക്, ഡബിൾ ടാപ്പ് ടു ടേൺ ഓൺ ദ സ്ക്രീൻ, ഓഫ് സ്ക്രീൻ ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഈ ലോക്ക് സ്ക്രീൻ മാഗസീൻ, അതിൻ്റെ കുറച്ച് ഓപ്ഷൻസ്. ഓക്കെ, പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ക്വിക്ക് സെറ്റിങ്സിനകത്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി, ദാറ്റ് മീൻസ് ഒരാൾ ഡിലീറ്റ് ചെയ്തു, വാട്സപ്പ് മെസ്സേജ് അയച്ചോ, ഡിലീറ്റ് ചെയ്തപ്പോൾ റിക്കവർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ക്ലിയർ ചെയ്തു, ഏതൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ വിത്ത് ടൈം സ്റ്റാമ്പ്, നിങ്ങൾ ക്ലിയർ ചെയ്തായിക്കോട്ടെ, തേർഡ് പാർട്ടി ക്ലിയർ ചെയ്തായിക്കോട്ടെ, വിത്ത് ടൈം സ്റ്റാമ്പ് സൈഡ് നമുക്ക് അവിടെ വരും. അത് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി. ആൻഡ് നമ്മുടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിക്കകത്ത് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആപ്പ് ലോക്ക്, ആപ്പ് ഹൈഡ്, പ്രൈവറ്റ് സേഫ് ഒക്കെ കിടക്കണം. സോ സ്റ്റാർട്ടിങ് ഓഫ് ഫ്രം ദ ആപ്പ് ലോക്ക്, പ്രൈവസി പാസ്വേഡ് ആദ്യം സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ ജസ്റ്റ് ഒരു പാറ്റേൺ വെച്ചിട്ട് ജസ്റ്റ് ക്വിക്കായിട്ട് സെറ്റ് ചെയ്യാം for a moment right now, and some random answers. Okay, done. സോ ഇനി ആപ്പ് ലോക്ക് ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുക. ഏതൊക്കെയാണ് ലോക്ക് ചെയ്യേണ്ടത്, ഞാൻ ജസ്റ്റ് ഫയൽസ് ലോക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഫേസ് സ്കാൻ യൂസ് ചെയ്യണം, ഞാൻ യൂസ് കൊടുത്തു, ഇല്ലെങ്കിൽ വേണ്ടാന്ന് കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല ഏതൊക്കെയാണോ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ, മൈ ഫയൽസ് ഉണ്ടോ, ഏതൊക്കെ ഫോട്ടോസ് എത്ര ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ ഫയൽസ് എടുത്തു, കണ്ടോ ലോക്ക്ഡാണ്, ഫിംഗർ പ്രിൻറ്റ് വെച്ചാൽ മാത്രമാണ് അൺലോക്ക് ചെയ്യുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ ഹൈഡ് ആപ്സ്. സോ നമ്മുടെ പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ആണോ, ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇത് രണ്ട് രീതിയിൽ ആക്സസ് ചെയ്യാം, ഒന്ന് ഡയലറിലും ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഹോം സ്ക്രീൻ ഐക്കൺ വഴി ആക്സസ് ചെയ്യും. പക്ഷേ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡയൽ പാഡ് വഴിയാണ്. സോ ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഒരു പിൻ സെറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മുടെ ലോക്ക് പിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5555 ആണെങ്കിൽ അതിന് മുമ്പും കഴിഞ്ഞിട്ടും ഒരു ഹാഷ് അടിക്കുക, #115555#. ഡൺ കൊടുത്തു. ഇനി ഏതാണ് ലോക്ക് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ ലോക്ക് ചെയ്യാൻ പോണ ക്രോമ് ഫയൽസ് ബൈ ഗൂഗിൾ ആണ് വെച്ചോ. കണ്ടോ, അപ്പോൾ ക്രോമും ഇല്ല, ഫയൽസ് ഉണ്ട്, ഇവിടുന്ന് ഹോം സ്ക്രീൻ എല്ലായിടത്തും പോയിട്ടുണ്ട്, ക്രോമും ഫയൽസ് ബൈ ഗൂഗിളും. ആൻഡ് ഇനി ഞാൻ എപ്പോൾ എനിക്കിത് വേണം, ഇവിടെ ഞാൻ #5555# ഉണ്ടോ, യു ക്യാൻ ഓപ്പൺ ദ ആപ്പ്. ഇനി ഇവിടുന്ന് തന്നെ വേറെ ആഡ് ആപ്പ് ചെയ്യണമെങ്കിൽ ഇതിലോട്ട് വേറെ ആഡ് ആപ്പ് ചെയ്യാം. ഇനി ഇത് കളയണമെങ്കിൽ ജസ്റ്റ് ബാക്ക് ആൻഡ് ജസ്റ്റ് ആ ലൊക്കേഷനിൽ വന്നിട്ട് ജസ്റ്റ് ഡിസേബിൾ ചെയ്താൽ മതി കേട്ടോ. ഇത് അഗെയിൻ സെറ്റിങ്സ്, നമ്മുടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി, ഏറ്റവും താഴെ ഹൈഡ് ആപ്സ്, ആൻഡ് ടൈപ്പ് യുവർ പാറ്റേൺ, ആൻഡ് ദെൻ ഇവിടെ ക്രോം അൺഹൈഡ് ചെയ്യുക, അതേപോലെ തന്നെ ഫയൽസ് ബൈ ഗൂഗിൾ അൺഹൈഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ പ്രൈവറ്റ് സേഫ് ആണ്. ഓക്കെ, ഐ വിൽ ഷോ യു. ഉണ്ടോ, ഈ ലൊക്കേഷനിൽ നമുക്ക് ഇമേജസ്, വീഡിയോസ്, ഓഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, അതർ ഫയൽസ് എല്ലാം ഹൈഡ് ചെയ്ത്, ദാറ്റ് മീൻസ് ഇപ്പോൾ ഇമേജസിനകത്ത് പോയി ആഡ് കൊടുത്തു. ഉണ്ടോ, ഗാലറിക്കകത്ത് ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് സെറ്റ് ആസ് പ്രൈവറ്റ് കൊടുത്തു, സെറ്റിംഗ് ആസ് പ്രൈവറ്റ്, ആൻഡ് ഡൺ. ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ ഗാലറി അല്ലെങ്കിൽ ഫേസ് ഇവിടെ പോയാൽ പോലും കണ്ടോ വീഡിയോ ഇല്ല, വീഡിയോസ് 0 ആണ്. കണ്ടോ, ഒരു വീഡിയോസും ഇല്ല. ഉണ്ടോ, ഈ രീതിയിൽ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഒരു ഒന്നും നോക്കിയിട്ട് അറിയില്ല, ഐ ക്യാൻ സി വീഡിയോസ് 0. ആൻഡ് ഇനി എപ്പോഴൊക്കെ തിരിച്ച് റീആക്സസ് ചെയ്യണോ, ശരിക്കും ആ ലൊക്കേഷനിൽ തന്നെ പോയിട്ട് പ്രൈവസി പാസ്വേഡ് പോയിട്ട് നമ്മുടെ താഴെ പ്രൈവറ്റ് സേഫിൽ പോയി ദെൻ നമുക്ക് ഈ ലൊക്കേഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ടാപ്പ് ചെയ്യുക, പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, അൺലോക്ക് ചെയ്യുക, ദെൻ നെക്സ്റ്റ് നമ്മുടെ ബാറ്ററിക്കകത്ത് നമ്മുടെ ബാറ്ററി മോഡ് ഏറ്റവും ഹൈ പെർഫോമൻസിന് വേണ്ടി ഹൈ പെർഫോമൻസ് മോഡ് ഉണ്ട്. സോ ഗെയിമോ അഡ്വഞ്ചർ വർക്കൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം പെർഫോമൻസ് കിട്ടും. പിന്നെ ഇച്ചിരി വാം ആവട്ടോ. പിന്നെ ഇത് ബാറ്ററി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് സ്മാർട്ട് ചാർജിങ് ഉണ്ട്, ചാർജിങ് ലിമിറ്റ്, ഇന്നൊരു ചാർജിങ് പെർസെൻറ്റേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ചാർജ് ഓൺ ചെയ്തിടുക. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ചാർജിങ് സെറ്റിങ്സ് ഏറ്റവും ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടി ഇത് ടേൺ ഓൺ ചെയ്യുക. പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 2-3 ഇയേഴ്സൊക്കെ യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ടുള്ള നോർമൽ സ്പീഡ് തന്നെ ആയിക്കോട്ടെ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ റിവേഴ്സ് വയർലെസ് ചാർജിങ് വേണമെങ്കിൽ ഇത് ഓൺ ആക്കിയിടുക. പിന്നെ ഇന്നൊരു പെർസെൻറ്റേജ് കഴിഞ്ഞിട്ട് ഇനി റിവേഴ്സ് ചാർജിങ് ചെയ്യേണ്ട എന്നുള്ളതാണെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഇത് 50% കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട, ഇത് 50 ആയി കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഓൺ ആക്കാൻ പറ്റില്ല. അങ്ങനത്തെ രീതിയിൽ ഉള്ള കസ്റ്റമൈസേഷൻസ്.
ഉണ്ട്. ആൻഡ് ഈ പവർ സേവിങ് സെറ്റിങ്സിനകത്ത് അവിടെ ഇഷ്ടം പോലെ പവർ സേവിങ് മോഡിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ആൻഡ് ദെൻ നമ്മുടെ സിസ്റ്റം ആൻഡ് അപ്ഡേറ്റ്സിനകത്ത് നമ്മുടെ സിസ്റ്റം നാവിഗേഷൻ അവിടെ ബട്ടൺസ് വേണോ, ജെസ്റ്റേഴ്സ് വേണോ, ആരുള്ള കസ്റ്റമൈസേഷൻ. പിന്നെ സർക്കിൾ ടു സെർച്ച് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടുന്ന് തന്നെ പ്രസ് ആൻഡ് ഹോൾഡ് കണ്ടോ, സർക്കിൾ ടു സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ്. കുറേ ഓപ്ഷൻസ് ഇരിക്കുന്നത് ആക്സിബിലിറ്റി ആൻഡ് കൺവീനിയൻസിനകത്താണ്. ഇവിടെ സ്പ്ലിറ്റ് വ്യൂ, ദാറ്റ് മീൻസ് 3 ഫിംഗർ സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് യു ക്യാൻ സീ ഫാം ഇൻ ദ ഫയൽസ്. 3 ഫിംഗർ സ്വൈപ്പ് അപ്പ് ചെയ്തു, അടുത്തൊരു ആപ്പ് ഓപ്പൺ ആക്കാം. കണ്ടോ, സെയിം ടൈമിൽ നമുക്ക് ഫയൽസും അതേപോലെ തന്നെ അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും മേളിൽ ഏത് വേണം, താഴെ ഏത് വേണം, അതിൽ കസ്റ്റമൈസേഷന്. പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് പോപ്പ് അപ്പ് വിൻഡോ ആക്കണോ, ഫുൾ സ്ക്രീൻ ആക്കണോ, മിനിമൈസ് ആക്കണോ, എല്ലാ ഓപ്ഷൻസ് അവിടെ തന്നെ ഉണ്ട്. ജസ്റ്റ് അതിലിട്ട് വരാം. ഓക്കെ, സോ അതാണ് നമ്മുടെ സ്പ്ലിറ്റ് വ്യൂ. ആൻഡ് ദെൻ അതിൻ്റെ തൊട്ട് തലയിലാണ് നമ്മുടെ സ്മാർട്ട് സൈഡ് ബാർ. ദാറ്റ് മീൻസ് നമ്മുടെ എഡ്ജിൽ ഇതുപോലെ തന്നെ എഡ്ജ് ആപ്പ് പോലെ തന്നെ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ വരും, ഏതാണോ ആവശ്യമുള്ളത് അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കേട്ടോ, ഏതൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത് അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഇവിടെ ആഡ് ചെയ്യുക. ഏതൊക്കെയാണോ അൺയൂസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഡിസേബിൾ ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണോ ഏത് സ്ക്രീൻ ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിൽക്കുകയാണ്, ഈ സമയത്ത് വേറെ സംഭവം വേണമെങ്കിൽ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുക. കേട്ടോ, അവിടുന്ന് തന്നെ. ആൻഡ് ഇവിടുന്ന് ആപ്പ് ഓപ്പൺ ആയപ്പോൾ അതൊരു ചെറിയൊരു സ്മോൾ പോപ്പ് വിൻഡോയിൽ നിൽക്കുള്ളൂ. യു ക്യാൻ സി. കേട്ടോ, ഡിസ്ട്രാക്ട് ചെയ്യത്തില്ല. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ അത് മിനിമൈസ് ചെയ്യുകയോ ചെയ്യാം. കണ്ട ജസ്റ്റ് ആ മിനിമൈസ് ഉണ്ടോ. അപ്പോൾ ചെറിയൊരു എഡ്ജ് മറ്റേ ഈ ഫേസ്ബുക്കിൻ്റെ ഒക്കെ ആ മെസ്സഞ്ചർ ഹെഡ് പോലത്തെ ചെറിയ സാധനത്തിൽ വന്ന് കിടക്കും, വിച്ച് ഈസ് റിയലി കൂൾ. ആൻഡ് ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിലും അവിടെ തൊട്ട് ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് സോ അതാണ് നമ്മുടെ സ്മാർട്ട് സൈഡ് ബാർ എന്നുള്ള ഓപ്ഷൻസ്. പിന്നെ അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ വിൻഡോസ്, അതിന് ഫ്ലോട്ടിംഗ് വിൻഡോസ് തന്നെ ആയിട്ട് എസെൻഷ്യലി. ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാൻ നമ്മുടെ പ്ലേ സ്റ്റോർ ചെയ്യുന്നു, പ്ലേ സ്റ്റോർ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് റൈറ്റ് എൻഡിൽ അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ഇതുപോലെ വരും. എന്നിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ, എന്നിട്ട് ഇവിടെ ഞാൻ ടാപ്പ് ചെയ്തു ഫുൾ സ്ക്രീൻ ആക്കാം. ഇനി ഞാൻ സ്വൈപ്പ് ചെയ്തിട്ട് ലെഫ്റ്റ് എൻഡിൽ ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ വരും. ദാറ്റ് മീൻസ് 2 ആപ്പ് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവും. മുകളിൽ പ്ലേ സ്റ്റോർ, താഴെ ജിമെയിൽ, ആ രീതിയിൽ കസ്റ്റമൈസേഷനും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ജിമെയിൽ ഓപ്പൺ ചെയ്തു. ജിമെയിൽ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ റൈറ്റ് കോർണറിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഫ്ലോട്ടിംഗ് വിൻഡോ വരും, ലെഫ്റ്റ് കോർണറിട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ ഉണ്ടാവും. ഏത് രീതിയിൽ വേണമെങ്കിലും അത് കസ്റ്റമൈസ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്, വിച്ച് ഈസ് റിയലി കൂൾ. നല്ലൊരു രസമുണ്ട് കേട്ടോ വർക്കിംഗ്. എന്താ വെച്ചാൽ ലാഗോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ജസ്റ്റേഴ്സ് ആൻഡ് മോഷൻസ് കുറേ ഓപ്ഷൻസ്. സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സ് ഉണ്ടോ, മീൻസ് സ്ക്രീൻ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഡ്രോ ചെയ്യുമ്പോൾ ക്യാമറ വരണം, ഡ്രോ ചെയ്യുമ്പോൾ ഫ്ലാഷ് ആയിട്ട് ഓൺ ആകണം. റൈറ്റ് ഇട്ട് ഇങ്ങനത്തെ ആരോ ചെയ്യുമ്പോൾ മ്യൂസിക് നെക്സ്റ്റ്, ലെഫ്റ്റ് ഇട്ട് ഇങ്ങനെ ആക്കുമ്പോൾ മ്യൂസിക് പ്രീവിയസ് മ്യൂസിക് അങ്ങനെ സ്വിച്ച് ചെയ്യാനുള്ള. പിന്നെ ഡ്രോ അപ്പ് ആരോ ഇത് നമ്മൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞിട്ട് ഏത് ആപ്പിട്ട് വേണമെങ്കിലും കസ്റ്റമൈസ്. ഇപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിമറൊക്കെ ആണെങ്കിൽ അതിട്ട് കസ്റ്റമൈസ് ചെയ്യാം. അതേപോലെ 3 എണ്ണം കസ്റ്റമൈസ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സ്. പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ജസ്റ്റ് 3 ഫിംഗർ സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് കണ്ടോ, സ്വൈപ്പ് ഡൗൺ വിത്ത് 3 ഫിംഗേഴ്സ് ടു ടേക്ക് എ സ്ക്രീൻഷോട്ട് കണ്ടോ, 3 ഫിംഗേഴ്സ്. ഓക്കെ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ്. പിന്നെ എയർ ജസ്റ്റേഴ്സിനകത്ത് കോള് ആൻസർ ചെയ്യാൻ പിന്നെ മോഷൻസിനകത്ത് റേസ് ടു വേക്ക്, ലിഫ്റ്റ് ടു ഇയർ ടു ആൻസർ കോൾസ്, ഓട്ടോ അസിസ്റ്റ് ടു റിസീവർ, ഫ്ലിപ്പ് ടു മ്യൂട്ട് ഇൻകമിംഗ് കോൾസ്. ഓക്കെ, പിന്നെ നമ്മുടെ കിഡ്സ് മോഡ്, സെൻസ് സ്പേസ്, സിമ്പിൾ മോഡ്. ദാറ്റ് മീൻസ് ഈ വലിയ ടെക്സ്റ്റൊക്കെ കാണാൻ വേണ്ടിയാണ്. ദാറ്റ് മീൻസ് ഏജ് ആയിട്ട് ആൾക്കാർ ഇങ്ങനെ ടച്ച് ചെയ്താൽ പോലും യു ക്യാൻ സി എൻ്ററിങ് കണ്ടോ, ഇങ്ങനെ ടച്ച് ചെയ്താൽ പോലും. ഇപ്പോൾ ഞാൻ ഫോട്ടോസ് ടച്ച് ചെയ്യാൻ വേണ്ടത്, ഫോട്ടോസ് തന്നെ വന്നു. ഇപ്പോൾ ഞാൻ സെറ്റിങ്സ് ടച്ച് ചെയ്യാൻ വേണം, സെറ്റിങ്സ് കണ്ടോ, ഇങ്ങനെ ടച്ച് ചെയ്താൽ പോലും ഒരു മിസ്റ്റച്ച് ഉണ്ടാകത്തില്ല. ഓക്കെ, അത്രയുള്ള നമ്മുടെ OnePlus 13 വേഴ്സസ് iQOO 13 ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ബേസിക് കമ്പാരിസൺ. അതുപോലെ തന്നെ നമ്മുടെ OnePlus 13 ഒരു സെറ്റിങ്സ് ഓവറോണ്ടും. ഓക്കെ, സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ് ടുഡേ. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.